ഇന്ന് 2025 ഓഗസ്റ്റ് 22. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. 2 ഗഡു ക്ഷേമ പെൻഷൻ നാളെ മുതൽ ലഭ്യമാകും. പെൻഷൻ വിതരണത്തിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഓണത്തിന് 3200 രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ശനിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കും. 26.62 ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ തുക ലഭിക്കുക. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ തുക വീട്ടിലെത്തി കൈമാറും. ഈ വർഷത്തെ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 26 മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും. എന്നാൽ എല്ലാ റേഷൻ കാർഡുകൾക്കും ഓണക്കിറ്റുകൾ ലഭിക്കില്ല. അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡുകൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുക. തുണിസഞ്ചി ഉൾപ്പെടെ 15 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടായിരിക്കുക. പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, തുവരപ്പരിപ്പ് 250 ഗ്രാം, ചെറുപയർ 250 ഗ്രാം, വൻപയർ 250 ഗ്രാം, കശുവണ്ടി 50 ഗ്രാം, നെയ്യ് 50 ഗ്രാം, ml തേയില 250 ഗ്രാം, പായസം മിക്സ് 200 ഗ്രാം, സാമ്പാർ പൊടി 100 ഗ്രാം, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ 100 ഗ്രാം വീതം, അതുപോലെ തന്നെ ഉപ്പ് 1 കിലോ എന്നിവയാണ് സാധനങ്ങൾ. ഇനി പ്രാദേശിക അവധി അറിയിപ്പുകൾ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി പ്രമാണിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. 27-ന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.